ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഉന്നക്കായ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് അധികം പഴുക്കാത്ത പഴമാട്ടോ നമുക്ക് എടുക്കേണ്ടത്. അത് നമുക്കൊരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് കൊടുക്കുക. കൂടുതൽ നേരം ഒന്നും സ്റ്റീം ചെയ്യേണ്ട, ഒരു 10 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. തൊലി നമുക്ക് ആവശ്യമില്ലെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ ഏലക്കായൻ്റെ. പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് അധികം കളറൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ആ ഒരു ടൈമിൽ തന്നെ അതായത് നമ്മുടെ പഴവുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പഴം തൊലിയൊക്കെ മാറ്റി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ ഉടച്ചത്. അപ്പോൾ അത് ഓരോന്ന് എടുത്തിങ്ങനെ നമുക്കിതിങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, അല്ലെങ്കിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ അതിലേക്ക്. അപ്പോൾ എപ്പോൾ എല്ലാം ഞാൻ എന്താക്കുന്ന ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചട്ടി ചൂടാവാം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.